ഹായ്, അസ്സലാമലൈക്കും. എൻ്റെ മുത്തുമണികൾക്കെല്ലാം സുഖമെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിരിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ ഒരു ബീഫ് ചില്ലി ഉണ്ടാക്കാം. നല്ല കിടിലം ടേസ്റ്റിൽ ഉണ്ടാക്കാം. ആദ്യം ബീഫ് എടുത്ത് അതിനെ കട്ട് ചെയ്തു, പിന്നെ കഴുകി വൃത്തിയാക്കി ഒരു കുക്കർ എടുത്ത് അതിൽ ബീഫ് ഇട്ടു. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ് എല്ലാം ഇട്ട് ഗരം മസാലപ്പൊടി എല്ലാം ഇട്ട് വേവാൻ വെക്കാം. അതിന് മിക്സ് ചെയ്ത് വേവാൻ വെക്കാം. പിന്നെ 5 സവാള എടുത്ത് കട്ട് ചെയ്യാം. എൻ്റെ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോസ് എല്ലാവരും കാണണം, കണ്ട് എനിക്ക് സപ്പോർട്ട് തരണം. നിങ്ങളെ ഫ്രണ്ട്സുമാർക്കെല്ലാം ഷെയർ ചെയ്യണം. ഒരു ക്യാപ്സിക്കം എടുക്കാം. അതിനെ കഴുകി വൃത്തിയാക്കി ഞാൻ കൊണ്ടുവന്നിട്ടുള്ളതാണ്. അതിനെ നമ്മൾ കട്ട് ചെയ്യാം. അതിൻ്റെ കുരുവെല്ലാം കളയണം. എൻ്റെ ലാംഗ്വേജ് കുറേ മിസ്റ്റേക്ക് ഉണ്ടാവും. ഇവിടുത്തെ കാസർഗോഡ് ഭാഷയും എല്ലാം മിക്സ് ഉണ്ടാവും, ക്ഷമിക്കണം. പിന്നെ കുറേ ആൾ ചോദിക്കുന്നു എഡിറ്റ് ആര് ചെയ്യുന്നതെന്ന്. അത് എഡിറ്റ് ഞാനേ ചെയ്യുന്ന. അതിൽ തെറ്റുകുറ്റങ്ങൾ കുറേ ഉണ്ടാവും. ഇത് ഞാനിപ്പോൾ പഠിച്ച് വരുന്നേ ഉള്ളൂ എഡിറ്റ് ചെയ്യാനും. പിന്നെ എനിക്ക് എഡിറ്റ് ചെയ്ത് തരാൻ ആരില്ല. മോനുണ്ടത് സ്കൂൾക്ക് പോകുന്നുണ്ട്. അങ്ങനെ എഡിറ്റ് ചെയ്യാൻ ആരെ കിട്ടാറില്ല. പിന്നെ ആരെ നമുക്ക് കിട്ടില്ലല്ലേ, നമ്മളെ ചെയ്യേണ്ട എല്ലാ പണി. എപ്പോഴും ആരെയും കിട്ടൂല. ഇത് നമ്മൾ നേരത്തെ സവാള കട്ട് ചെയ്തതാണ്. ക്യാപ്സിക്കം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിനെ മാറ്റാം. മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതിനെ കട്ട് ചെയ്യാം. ഇങ്ങനെ അഡ കട്ട് ചെയ്യുന്നതാണ്. എൻ്റെ വീഡിയോസ് കാണുന്ന കൂട്ടുകാരോട് ഞാൻ പറയുന്നത്, ഇതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. വെളുത്തുള്ളിൻ്റെ തൊലിയെല്ലാം കളയാം. വെളുത്തുള്ളിൻ്റെ തൊലി കളയാൻ കുറച്ച് ടാസ്ക് ഉണ്ട്, ബുദ്ധിമുട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു ഗ്യാസ് കത്തിക്കാം. പിന്നെ ഒരു കടായി വെക്കാം. കടായി ചൂടാവുമ്പോൾ എണ്ണ ഒഴിക്കാം. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത വെളുത്തുള്ളി
ഇട്ട് ഫ്രൈ ചെയ്യാം. പിന്നെ ഇഞ്ചി ഇല്ലായിരുന്നു, ഞാൻ കുറേ തപ്പി കാണുന്നില്ല ഇഞ്ചി. പിന്നെ നമ്മൾ ഇഞ്ചിൻ്റെ പേസ്റ്റ് ഇതിലിട്ടിട്ടുണ്ട്, അത് മിസ്സായിപ്പോയി, വീഡിയോ കാട്ടിയില്ല. പിന്നെ നമ്മൾ പച്ചമുളക് ഇട്ടു. പിന്നെ നമ്മൾ സവാള ഇടാം. അതിനെ വാട്ടാം. നല്ലപോലെ വാടിയതിന് ശേഷം ബാക്കിയുള്ള ചേരുവകൾ ഇടാം. ഇത് ഞാൻ ഇഞ്ചി തപ്പാൻ പോയതാ, ഇഞ്ചി കിട്ടിയില്ല. ഇഞ്ചി കട്ട് ചെയ്തിട്ടാൽ നല്ല ടേസ്റ്റാണ്. പിന്നെ പേസ്റ്റ് ഇട്ടു. ഇതിൽ കാട്ടില്ല, മിസ്സായിപ്പോയത്. ചെറിയ തീയിൽ വെച്ചിട്ട് പോയതാണ് ഇഞ്ചി തപ്പാൻ. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടു. ഇത് രാത്രി ആയതുകൊണ്ട് കറിവേപ്പില പിന്നെ പുറത്തുനിന്ന് പോയി കൊണ്ടുവരണ്ടേ, ഞാൻ പിന്നെ ഉള്ളതേ സമാക്കി കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുള്ളൂ. പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ക്യാപ്സിക്കം ഇട്ടു. ഇത് നമ്മൾ നേരത്തെ വേവിച്ച ബീഫാണ്. വെന്തതിന് ശേഷം ഞാൻ മാറ്റി വെച്ചതാണ്. അതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞ്, വെള്ളം അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്, കളഞ്ഞില്ല, അത് നമുക്ക് ആവശ്യം വരും. പിന്നെ ഇതിൽ കുറച്ച് കോൺഫ്ലവർ പൗഡർ ഇട്ടോ. പിന്നെ കുറച്ച് മൈദ ഇട്ടു. ഗരം മസാല പൗഡർ ഇട്ടു. കുരുമുളക് പൗഡർ ഇട്ടു. പിന്നെ അതിനെല്ലാം മിക്സ് ചെയ്ത് ഞാൻ. പിന്നെ ഈ പാത്രം എനിക്ക് വേണമായിരുന്നു, അങ്ങനെ പാത്രം മാറ്റുന്നുണ്ട്. വേറെ പാത്രത്തിൽ ഒരു പ്ലേറ്റിൽ നമ്മൾ ഇടുന്നുണ്ട്. അങ്ങനെ മുളക് പൊടി ഇട്ടു. മുളക് പൊടി കാലിയായിട്ടുണ്ടായിരുന്നു, പിന്നെ കടയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അത് വേറെ ഞാൻ മാറ്റിയത്. അങ്ങനെ എനിക്ക് ആ പാത്രം വേണമായിരുന്നു. പിന്നെ കുറച്ച് സിർക്ക ഇടുന്നു, 1 ടീസ്പൂൺ ഇടാം സിർക്ക. പിന്നെ നല്ലപോലെ മിക്സ് ചെയ്തു അതിനെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫ്രൈ ആക്കാൻ തുടങ്ങാൻ. ഒരു ചീനച്ചട്ടി വെക്കാം. ചീനച്ചട്ടി വെച്ചാൽ ഇതിൽ എണ്ണ വെച്ചു. പിന്നെ ഒരു ഗ്ലാസ് എടുത്ത് അതിൽ കോൺഫ്ലവർ പൗഡർ ഇട്ടു.
പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് അതിനെ കലക്കി മാറ്റി വെക്കാം. പിന്നെ എണ്ണ ചൂടാവുമ്പോൾ നമ്മൾ മിക്സ് ചെയ്ത ബീഫിനെ ഇട്ട് ഫ്രൈ ചെയ്യാം. ലൈറ്റിൻ്റെ കുറവുണ്ട്, ഇത് രാത്രിയാണ്, ക്ഷമിക്കണം എല്ലാവരും. പിന്നെ എനിക്ക് വീഡിയോ എടുത്ത് തരാൻ ആരില്ല, ഞാൻ ഒറ്റയ്ക്ക് എടുക്കുന്നുള്ളത്, എല്ലാവരും ക്ഷമിക്കണം. പിന്നെ വീണ്ടും ഫ്രൈ ആക്കാനിട്ടു, ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കാം. നമ്മൾ നേരത്തെ മസാല ആക്കി വെച്ചത് ഉണ്ടല്ലേ, അതിനെ വെച്ച് ഈ ബീഫ് ഫ്രൈനെ ഇതിലിടാം. ബീഫ് ഫ്രൈ ഇടുന്നതിന് മുമ്പ് സോസുകളെല്ലാം ഇടാം. സോയാ സോസ് ഇട്ടോ, കുറച്ച് ടൊമാറ്റോ സോസ് ഇട്ടു, പിന്നെ കെച്ചപ്പ് ഇടാം. ടൊമാറ്റോ കെച്ചപ്പ് എൻ്റെ കയ്യിൽ തീർന്നിട്ടുണ്ട്, ചെറിയ പാക്കറ്റേ ഉള്ളു, അതിനെ ഇടുന്നുണ്ട്. പിന്നെ എല്ലാം കൂടി മിക്സ് ചെയ്യാം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, കിടിലൻ ടേസ്റ്റാണ്. നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എല്ലാം മിക്സ് ചെയ്ത് ഈ കോൺഫ്ലവർ പൊടി നമ്മൾ കലക്കി വെച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലേ, അതിനിട്ടു. പിന്നെ മിക്സ് ചെയ്തു. ഈ ചിക്കൻ ഫ്രൈ ഇടാം. പിന്നെ ബീഫ് വേവിച്ച വെള്ളം ഉണ്ടല്ലോ, ഇത് കാട്ടുന്നില്ല, മിസ്സായിപ്പോയി ആ വീഡിയോ. അതിട്ട് നല്ല മിക്സ് ചെയ്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, കുറച്ച് ഉപ്പിട്ടു. ഇനി നമ്മൾ മാറ്റി വെക്കാം. ബീഫ് ചില്ലിയുടെ പണി കഴിഞ്ഞു, റെഡിയായി. പിന്നെ കുറച്ച് പത്തലുണ്ടാക്കാം. ഇത് കുറച്ച് പത്തലിൻ്റെ പൊടിയെടുത്തു, പിന്നെ ചൂടുവെള്ളത്തിൽ കലക്കി അതിനെ ഞവണ്ടി മിക്സ് ചെയ്ത് വെച്ചു. പിന്നെ ഇത് ഉണ്ടാക്കിയതാണ്. പിന്നെ ഒരു തവ വെച്ചു. ഇത് ഞാൻ ഇപ്പുറത്തെ കിച്ചണിൽ പത്തൽ ചുടുന്നത്.
പത്തലെല്ലാം ചുട്ട് നമ്മൾ കഴിക്കാൻ പോകുന്നതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങൾ നല്ല നല്ല കമൻറ്റിനായി ഞാൻ കാത്തിരിക്കുന്നു. വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ ബൈ. അടുത്ത വീഡിയോയുമായി വരാം ഇൻഷാ അല്ലാഹ്.